വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ടൗണിൽ വെച്ചാണ് മരുതോങ്കര സ്വദേശിനിയായ യുവതിയുമായി വില്യാപ്പള്ളി സ്വദേശിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഉമേഷ് എന്നയാൾ സൗഹൃദം സ്ഥാപിക്കുന്നത്. യുവതിയുടെ വീട്ടിലെത്തിയ സുമേഷ് കുടുംബാംഗങ്ങളുമായി ഉൾപ്പെടെ നല്ല ബന്ധം സ്ഥാപിച്ചു. യുവതിയെ കല്യാണം കഴിക്കാമെന്നും താൻ ജോലി ആവശ്യാർത്ഥം അമേരിക്കയിലേക്ക് പോവുകയാണെന്നും ജോലി നേടി തിരിച്ചുവന്ന് യുവതിയെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നും ധരിപ്പിച്ചു. പല സമയങ്ങളിലായി യുവതിയുടെ കുടുംബത്തിൽ നിന്ന് 30 ലക്ഷം രൂപയും 70 പവൻ സ്വർണവും ഇയാൾ തട്ടിയെടുത്തെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ വീട്ടിൽ വന്ന് അവൻ കല്യാണം കഴിക്കാമെന്നും അങ്ങനെ പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞ് ഈ കുട്ടിയെ വശത്താക്കി തന്നെ എല്ലാ വർഷങ്ങളോളം ഈ ബന്ധം നീണ്ടു നിന്നു. അതിനുശേഷം ഇയാൾ ഇവളുടെ കയ്യിൽ നിന്നും 70 പവൻ്റെ ആഭരണവും 30 ലക്ഷം രൂപയും വാങ്ങി ഇവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇവൻ അതിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. പലതവണ തന്നെ പീഡിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. സ്വർണവും പണവും കൈക്കലാക്കി മുങ്ങിയ ഉമേഷിനെതിരെ 2022 പോലീസിൽ പരാതി നൽകിയത്. ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി. ഉമേഷ് നേരത്തെ തന്നെ വിവാഹം കഴിച്ചെന്നും യുവതിയെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും മനസ്സിലായി. തൊട്ടിൽപ്പാലം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. എന്നാൽ ഇയാൾ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യമെടുത്തു. പിന്നീടാണ് പീഡിപ്പിച്ചെന്ന വിവരം പോലീസ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് യുവതിക്ക് മനസ്സിലായത്. ഈ വർഷം നവംബറിൽ പീഡന വിവരം ഉൾപ്പെടുത്തി വീണ്ടും പരാതി നൽകി. ഇതു സംബന്ധിച്ച് തൊട്ടിൽപ്പാലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ യുവതി മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ വയനാട്ടിൽ കഴിയുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തൊട്ടിൽപ്പാലം പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. നിരന്തരം വടകര SP ഓഫീസിൽ വരെ പരാതിയുമായി പോയിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് യുവതിയും യുവതിയുടെ ബന്ധുക്കളും പറയുന്നു. ഒരു കേസ് ഇപ്പോൾ കല്ലാച്ചി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസുകാർ എഴുതിയില്ല. ഈ കുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ മാസം 8-ാം തീയതി വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്തു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ഇയാൾ ഒളിവിലാണെന്നുമാണ് പോലീസ് പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.